നമുക്ക് ഇന്നൊരു അമ്പലം വരെ പോയിട്ട് വരാം. ഈ മുറത്ത് കൊണ്ടുവരുന്ന ചോറ് കാണുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും അമ്പലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, കണ്ണൂരുകാരെ സ്വന്തം ചെറുകുന്നമ്പലം. നവമി ദിവസങ്ങളായോണ്ട് തന്നെ എന്തോ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ടൊരു തോന്നൽ. ചങ്ങായിമാരെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് അമ്പലം. അവര് പറഞ്ഞു വാ നമുക്ക് ചെറുകുന്നമ്പലത്തിൽ പോയി ചോറുണ്ടിട്ട് വരാന്ന്. ഞാൻ നേരെ വിട്ടു. ഈ ഒരു സമയമായോണ്ട് തന്നെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 12:30 1 മണി ആവാനായിനെ. ചില ദിവസമെല്ലാം ചോറിന് പാൽപ്പായസമായിരിക്കും കൊടുക്കുക. ചിലരുടെ കയ്യിലെല്ലാം കുപ്പിയിൽ പാൽപ്പായസം കണ്ടു. ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോഴത്തേക്ക് പാൽപ്പായസം കഴിഞ്ഞിട്ടുണ്ടായിന്. ഞാൻ എന്നിട്ടൊരു കടുംപായസം കഴിപ്പിച്ചു. പുറത്തയച്ചിട്ട് ചെരുപ്പ് കണ്ടപ്പോൾ തന്നെ ആളെത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഭയങ്കര തിരക്കായി. അവിടെ അമ്മക്ക് പ്രസാദൂട്ടിന് സമയമായതുകൊണ്ട് തന്നെ വേഗം കയറി തൊഴേണ്ടവരെല്ലാം തൊഴുതോ ഇപ്പം നട അടക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അതുകൊണ്ട് വേഗം തന്നെ തൊഴുതു. അമ്പലത്തിന്റെ ഉൾവശത്ത് ചുറ്റും തന്നെ കുറെ പേര് പ്രസാദത്തിന് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പിലായിരുന്നു നമുക്ക് ഉള്ളിൽ ഭക്ഷണം കിട്ടി. അവിടെ ഇന്ന് അരിപ്പായസം ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുറത്ത് കാണുന്നില്ല, ആ ഒരു ചോറ് ഡയറക്റ്റ് നമ്മളെ ഇലയിലേക്ക് തട്ടുക ചെയ്യാം. അങ്ങനെ ചോറെല്ലാം കഴിച്ച് നമ്മൾ നേരെ അവിടുത്തെ ചെറയിലേക്ക് പോയി. ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് വർത്താനം പറഞ്ഞിരിക്കാൻ വേറെ തന്നെ വൈബാണ്. പിന്നെ നമ്മളെ ചങ്ങായിന്റെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് ഓളം ഞെട്ടിക്കാൻ വേണ്ടി ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തു. ഓളും ഹാപ്പി, നമ്മളും ഹാപ്പി. പിന്നെ അതിലെല്ലാം നടന്ന് കുറെ സമയം വർത്താനം പറഞ്ഞ് നമ്മൾ നേരെ വിട്ടു.